വയനാട് ദുരന്തത്തെ നിസാരവൽക്കരിച്ച് വി മുരളീധരൻ. വയനാട്ടിൽ ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയിട്ടില്ലെന്ന് വി മുരളീധരൻ പറഞ്ഞു. 2 പഞ്ചായത്തിലെ 3 വാർഡുകൾ മാത്രമാണ് ഉരുൾപൊട്ടലിൽ നശിച്ചത്. വൈകാരികമായി സംസാരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞു. അല്ലല്ല, സ്ഥലത്ത് പോയിട്ടുണ്ടോ? ഒരു പഞ്ചായത്തിലെ 3 വാർഡ്. അല്ല, അങ്ങനെയല്ല, നാട് മുഴുവൻ ഒലിച്ചുപോയില്ലെന്ന് പറയരുത്. ഒരു പഞ്ചായത്തിലെ, ശരിയാണ്, നാട് മുഴുവൻ എന്നുള്ള വാക്കിനോട് തന്നെ എന്റെ ഇത്. ആയിക്കോട്ടെ, അല്ലല്ല, നിസ്സാരമല്ലല്ലോ, അതുകൊണ്ടല്ലേ. വി മുരളീധരന് മറുപടിയുമായി ടി സിദ്ദിഖ്. മുരളീധരന്റെ പ്രസ്താവന ദുരന്തത്തിൽ മരിച്ചവരെ അപമാനിക്കുന്നതാണ്. ദുരന്തബാധിതരെ അമ്മാനമാടാൻ കേന്ദ്ര സർക്കാരിനെ അനുവദിക്കില്ല. ബിജെപിയുടെ തനിനിറം ഒരിക്കൽ കൂടി വി മുരളീധരനിലൂടെ പുറത്തുവന്നെന്നും പ്രസ്താവന പിൻവലിച്ച വി മുരളീധരൻ മാപ്പ് പറയണമെന്നും ടി സിദ്ദിഖ് ആവശ്യപ്പെട്ടു. വി മുരളീധരന്റെ സ്റ്റേറ്റ്മെന്റിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുക. കടുത്ത പ്രതിഷേധം. ഇത് ദുരന്തബാധിതരെയും ദുരന്തത്തിൽ മരിച്ചവരെയും അപമാനിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ് ശ്രീ വി മുരളീധരൻ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് അവിടെ 3 വാർഡല്ലേ ഉള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. 3 വാർഡേ ഉള്ളൂ. ഈ 3 വാർഡിൽ ഉള്ളവർ മനുഷ്യരല്ലേ? അദ്ദേഹം പറയട്ടെ, 3 വാർഡിൽ ഉള്ളവർ മനുഷ്യരല്ലേ? മരിച്ചവർ മനുഷ്യരല്ലേ? പരിക്കുപറ്റിയവർ മനുഷ്യരല്ലേ? അവശേഷിക്കുന്നവർ മനുഷ്യരല്ലേ? അവർ ജില്ലയുടെ പല ഭാഗത്തായി അവര് പറിച്ചു മാറ്റപ്പെട്ട് നിൽക്കുകയല്ലേ? അവർക്ക് ജീവിക്കണ്ടേ? അവർക്ക് ജീവിതം വേണ്ടേ? അവർക്ക് ജീവനോപാധി വേണ്ടേ? അവരുടെ ആരോഗ്യ പ്രശ്നം പരിഹരിക്കണ്ടേ? അവരുടെ മക്കൾക്ക് പഠിക്കണ്ടേ? അവിടെ തകർന്നതായിട്ടുള്ള സംവിധാനങ്ങൾ പുനഃക്രമീകരിക്കണ്ടേ? അതിനൊക്കെയാണ് ഞങ്ങൾ ഫണ്ട് ചോദിച്ചത്. ബിജെപിയുടെ തനി നിറം എന്താണെന്ന് ഒരിക്കൽ കൂടെ ശ്രീ വി മുരളീധരന്റെ സ്റ്റേറ്റ്മെന്റിലൂടെ പുറത്തു വന്നിരിക്കുക. വയനാട്ടിൽ നിന്ന് സി വി അനുമോദ് നമുക്കൊപ്പം ചേരുന്നു. അനുമോദ്, വയനാട് തെരഞ്ഞെടുപ്പിലടക്കം വിഷയമാകുന്ന ഒരു സാഹചര്യം, കേന്ദ്ര സഹായവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവ്യക്തത തുടരുന്നതിൽ LDFും UDFും ഒരുപോലെ പ്രസ്താവനകളും ഹർത്താലും ഒക്കെ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടി വി മുരളീധരന്റെ ഇത്തരം ഒരു പ്രസ്താവന വരുമ്പോൾ അത് വലിയ തരത്തിലുള്ള പ്രതികരണങ്ങൾ രാഷ്ട്രീയപരമായിട്ടും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. എങ്ങനെയാണ് നാട്ടുകാർ ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത്? അതുകൊണ്ട് ഞാൻ നിൽക്കുന്നത് മേപ്പാടിയാണ്. അതായത് ദുരന്തബാധിതമായിട്ടുള്ള മേഖലയായ മേപ്പാടിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വളരെ വൈകാരികമായിട്ടാണ് ഈ ഇവിടുത്തുകാർ വി മുരളീധരന്റെ ഈ പ്രസ്താവനയോട് പ്രതികരിച്ചിട്ടുള്ളത്. കാരണം ഇവരെ സംബന്ധിച്ച് ഈ ഒരു ദുരന്തമുണ്ടാക്കിയ മുറിവ് അത് വലിയ ആഴമുള്ളതാണ്. അതിൽ ആ ഒരു ഞെട്ടലിൽ നിന്ന് ഈ നാട് ഇപ്പോഴും കരകയറിയിട്ടില്ല. ആ ഒരു ഘട്ടത്തിൽ നാട് ഒന്നിച്ച് ഹർത്താൽ ആഹ്വാനം ചെയ്ത് നാടിനു വേണ്ടി എല്ലാവരും ഒരുമിക്കുന്ന സമയത്താണ് വി മുരളീധരന്റെ ഈ പ്രസ്താവന വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ അതിൽ വലിയ പ്രതിഷേധം മേപ്പാടിയിലുണ്ട്. മേപ്പാടിയിൽ വീണ്ടും 5:30 പ്രതിഷേധ ധർണ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്നോടൊപ്പം ചേരുന്ന ഇവിടുത്തെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകനാണ് ഷിഹാബ്. വലിയ വിമർശനമാണ് ഈ പ്രസ്താവനയ്ക്കെതിരെ ഈ നാട്ടിൽ നിന്ന് ഉയരുന്നത്. വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് വി മുരളീധരന്റെ ഇന്നത്തെ പ്രസ്താവനയോടുകൂടിയിട്ട് നമ്മൾ കേട്ടത്. 400 മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടു. ആയിരക്കണക്കിന് കുടുംബങ്ങൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യങ്ങളൊക്കെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ്. അന്ന് പ്രധാനമന്ത്രി തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് തന്ന ഉറപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, രാജ്യം നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ എല്ലാവിധ പുനരധിവാസ പ്രവർത്തനങ്ങളിലും രാജ്യം കൂടെ നിൽക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ 120 ദിവസം പിന്നിടുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു വിധത്തിലുള്ള സഹായവും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ന് വി മുരളീധരൻ അടക്കമുള്ള ആളുകൾ പൊതുസമൂഹത്തെ മുഴുവൻ അപഹാസ്യരാകുന്ന രീതിയിലാണ് ഇന്ന് അദ്ദേഹം പുറപ്പെടുവിച്ച പ്രസ്താവന എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് കേവലം 3 വാർഡിലുള്ള ആളുകൾക്കല്ല ഈ ദുരന്തം സംഭവിച്ചിട്ടുള്ളൂ, അതിന് ഇത്രമേൽ വലിയ പ്രശ്നമുണ്ടാക്കേണ്ടതുണ്ടോ? ഇതിനെങ്ങനെയാണ് ഒരു വലിയ രാജ്യത്തെ ഒരു ദുരന്തമായി പ്രഖ്യാപിക്കുക എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഞങ്ങളെ സംബന്ധിച്ച് 400-ലധികം മനുഷ്യർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇപ്പോഴും തെരുവിലാണ്. അവർക്ക് എവിടേക്കാണ് പോവേണ്ടതെന്നറിയില്ല. അവർ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല. ഒരു നിലക്കും അവർ ഇനിയും മുമ്പോട്ടുള്ള ജീവിതം വലിയ പ്രയാസവും പ്രതിസന്ധിയും അനുഭവിക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യം നിലനിൽക്കുകയാണ്. വയനാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം, നിങ്ങൾക്കിന്ന് നോക്കിയാൽ കാണാം, വയനാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം നമ്മൾ ആരും തടുക്കാതെ തന്നെ വാഹനങ്ങൾ മുഴുവൻ വീട്ടിൽ വെച്ചു, കടകമ്പോളങ്ങൾ അടച്ചു വെച്ചു, തൊഴിലിടങ്ങളിൽ നിന്ന് അവർ മാറി നിന്നു. എല്ലാവരും ഒന്നടങ്കം ഈ ഹർത്താലുമായി സഹകരിക്കുകയാണ്. അതിന്റെ കാരണമെന്ന് പറയുന്നത് മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും സാധാരണക്കാർ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ അവരിപ്പോഴും
ആശയറ്റ് ജീവിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവർക്ക് പ്രതീക്ഷയില്ലാതായി ജീവിതത്തോട് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരും കേരളം ഭരിക്കുന്ന സർക്കാരും ഇവരോട് കാണിക്കുന്ന ഒരു സമീപനമുണ്ട്. ആ സമീപനത്തിൽ വയനാട്ടിലെ ജനത ഒന്നടങ്കം ആശങ്കാകുലരാണ്. ആ ആശങ്കയാണ് അവരിന്ന് ഈ ഹർത്താലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർ സ്വീകരിച്ചിട്ടുള്ളത്. പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ആഹ്വാനം ചെയ്തു. ഞങ്ങൾ ഇന്ന് മേപ്പാടിയിൽ അതിന്റെ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ തുടർ ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെയുള്ള കടുത്ത പ്രതിഷേധങ്ങളുമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വരും. കാരണം ഞങ്ങൾ ജീവിക്കാൻ മാർഗമില്ലാതെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ആളുകളാണ്. 12 പേർ മരിച്ച ത്രിപുരയിലെ അപകടത്തിന് 4-ാം ദിവസം 40 കോടി രൂപ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ച ഒരു രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് തന്നെയുള്ള മറ്റൊരു സംസ്ഥാനമായ കേരളത്തിൽ 120 ദിവസങ്ങൾ പിന്നിടുമ്പോഴും നിലവിൽ ഒരു സഹായവും പ്രഖ്യാപിച്ചിട്ടില്ല. സാധാരണഗതിയിൽ എല്ലാ ബജറ്റിലും അനുവദിക്കുന്ന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് അനുവദിക്കുന്ന തുക മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പണം ആവശ്യത്തിനുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. എന്നാൽ അത് മുണ്ടക്കയിലെയോ ചൂരൽമലയിലെയോ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മാത്രമായി ഉപയോഗിക്കാൻ ഈ കേന്ദ്ര സർക്കാർ അനുമതി നൽകുമോ? അങ്ങനെ നൽകുകയാണെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ പരിഹരിക്കാൻ ഒരുപക്ഷെ ഈ തുക കൊണ്ട് സാധിക്കുമായിരിക്കും. പക്ഷേ അത് മുണ്ടക്കയിലെയോ ചൂരൽമലയിലെയോ ദുരന്തത്തിന് മാത്രമായി സർക്കാർ കൊടുക്കുന്ന പണമല്ല. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കാനും അത് കഴിയില്ല. ദുരന്തത്തിന് പ്രത്യേക പരിഗണന നൽകി ഇവിടുത്തെ ഒരു പുനരുദ്ധാരണത്തിന് വേണ്ട പിന്തുണയാണ് ആവശ്യം. തീർച്ചയായും മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിനും അവരെ പഴയ ജീവിത നിലവാരത്തിലേക്ക് കൊണ്ടുവരുന്നതിനും ആവശ്യമായ ഇടപെടലാണ് നമുക്ക് ആവശ്യം. അതല്ലാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് കണക്കുകൾ പറഞ്ഞ് ആളുകളെ വിഡ്ഢികളാക്കുന്ന സമീപനത്തോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. വലിയ പ്രതിഷേധമാണ് ഇവിടെ വി മുരളീധരന്റെ ഈ പ്രസ്താവന ഉണ്ടാക്കിയിരിക്കുന്നത്. അല്പസമയത്തിനകം 5:30 മേപ്പാടിയിൽ പ്രതിഷേധ ധർണയും UDF ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് കാണാം, രാവിലെ മുതൽ എല്ലായിടത്തും ഹർത്താലിനോട് അനുകൂലമായിട്ടുള്ള ഒരു സമീപനമാണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. ദീർഘദൂര ബസ്സുകൾ വളരെ ചുരുക്കം മാത്രമാണ് സർവീസ് നടത്തിയത്. അതും പലയിടത്തായിട്ട് പലതവണ തടയപ്പെട്ടിട്ടുണ്ട്. കടകമ്പോളങ്ങൾ പൂർണ്ണമായി അടഞ്ഞു കിടക്കുന്ന സാഹചര്യം. അങ്ങനെ വയനാട് ഒന്നാകെ ഈ ഒരു ദുരന്തത്തിൽ ഒന്നിച്ചു നിൽക്കുമ്പോൾ, കേന്ദ്ര സഹായത്തിനു വേണ്ടി പോരാട്ടം നടത്തുമ്പോൾ വി മുരളീധരന്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ പ്രസ്താവന അത് ഇന്നേ ദിവസം ഈ വയനാട്ടിൽ പ്രതിഷേധിക്കുന്നവർക്ക് വലിയ തോതിൽ തന്നെ വിഷമമുണ്ടാക്കിയ ഒരു സാഹചര്യമുണ്ട്. അതിൽ തന്നെ വലിയ പ്രതിഷേധം ഇനിയുള്ള മണിക്കൂറുകളിലും ഇനിയുള്ള ദിവസങ്ങളിലും ഉയരുകയും ചെയ്യും. അപർണ. തീർച്ചയായും CV അനുമോദ് മേപ്പാടിയിൽ നിന്നുകൂടിയാണ് ജനങ്ങളുടെ പ്രതികരണം നൽകിയത്.